ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 4ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൺ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അതായത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതെന്ന് പറഞ്ഞത്. പിന്നെ പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 1949 അധികാരം ലഭിച്ചത്. പിന്നീട് നമ്മുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പിന്നെ നമ്മുടെ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമാണ് എന്തെന്ന് പറയുന്നത്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയൊക്കെ ആണ്ടിയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. എന്താണ് പ്രിയാമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ ചാപ്റ്റർ പഠിക്കുന്നതെന്ന് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം, പിന്നെ ഡിവിഷൻ ഓഫ് പവേഴ്സ് മെൻഷൻസ് ദ 7th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്, അതാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. പിന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്, അതായത് ലെജിസ്ലേച്ചറിൽ വരുന്നതാണ്. എന്താണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി എന്താണെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവർ ഗവൺമെൻറ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊരു എന്താന്ന് കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോക്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നോക്കാനുള്ളത്, വാട്ട് ഐഡിയ അഡ്വാൻസ്ഡ് ബൈ നാഷണൽ മൂവ്മെൻറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസൻറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു. അതായത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. അതായത് ഒന്നാമത്താണ് ഈക്വാളിറ്റി, പിന്നെ അതായത് സമത്വം, പിന്നെ ഈക്വാളിറ്റി ബിഫോർ ദ ലോ, അതായത് നിയമത്തിന് മുമ്പിലുള്ള സമത്വം, പിന്നെ ഈക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, അതായത് പദവി സമത്വം, പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എന്തൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ മൂവ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു പോയിൻ്റാണ് സോഷ്യൽ ആൻഡ് എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി എന്നാണ് ഉറപ്പുവരുത്തണം. പിന്നെ എന്തൊക്കെയാണ്, ഐഡൻറ്റിഫൈ ദ ഐഡിയാസ് പ്രസൻറ്റഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ദാറ്റ് വെയർ ഇൻക്ലൂഡഡ് ആൻഡ് ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സോവർണിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്, ഈക്വാളിറ്റി, ജസ്റ്റിസ്, പിന്നെ എന്താ പറയുന്നത്, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, ഇതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതിലെന്താണ് ഈക്വാളിറ്റി, ജസ്റ്റിസ്, ഫെർട്ടേണിറ്റി ആൻഡ് അത്രയും കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്, പ്രിയാമ്പിളിനെ കുറിച്ച് പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് പരമാധികാരം, സോവർണിറ്റി ടു പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുക. പിന്നെ സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് സാമൂഹ്യ രാഷ്ട്രീയപരമായ നീതി ഉറപ്പാക്കുക. പിന്നെ എന്താണ് സെക്കുലറിസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതേതരത്വം, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്സ്, റിലീജിയൻ ആൻഡ് വർഷിപ്പ്, അതായത് ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതത്തിനും പിന്നെ ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത്, സെക്കുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്, നവംബർ 26, 1949
പിന്നെ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റാണ് ദ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏറ്റവും വലിയ ലിഖിത രൂപമാണ്, അതായത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ഭരണഘടന. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത്രയും ആമുഖങ്ങൾ, അതായത് മില്യണായിട്ടുള്ള, അതായത് ലക്ഷക്കണക്കിന് പേജുകൾ അടങ്ങിയ ഒരു ലിഖിത രൂപമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് പാർലമെൻ്ററി ഡെമോക്രസി, അതായത് പാർലമെൻ്ററി ഡെമോക്രസി, അതായത് ജനാധിപത്യ മൂല്യങ്ങളോട് കണക്കാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് 6 അപ്പോൾ അതിനെക്കുറിച്ചും, അതായത് മൗലിക അവകാശങ്ങളും അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക തത്വങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, പിന്നെ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഫീച്ചേഴ്സ്. കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, കറക്റ്റായിട്ട് പോയിൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഓരോന്നും കറക്റ്റായിട്ട് തന്നെ നോക്കിപ്പോവുക. പിന്നെ എന്താണ് ഫെഡറലിസം, വാട്ട് ഈസ് ഫെഡറലിസം? അതായത് ഫെഡറലിസം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം എന്ന് പറയുന്ന ഓരോ പവർ എന്ന് പറയുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഭരണ സംവിധാനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. അതായത് ഈ 2 ഡിവൈഡ് ചെയ്ത് പവർ എല്ലാം ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഓൺ ദി ബേസിക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ പവർ, അതായത് ഓരോ പവറും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെയാണ് ക്രമീകരണത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ്, ഈ ഫെഡറലിസത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് നോക്കാം നമുക്ക്. ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആയിരിക്കും. ഇതാണ് 2 പോയിൻ്റാണ് പറയുന്നത്. എന്തൊക്കെയാണ് റിട്ടേൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും, പിന്നെ ഏതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് 1, 2, 3. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് എന്താണ് അതായത് ബേസിക് ഫീച്ചേഴ്സ്, അതായത് ഫെഡറലിസത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫെഡറലിസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പം കറക്റ്റായിട്ട് അതന്നെ നോക്കി തന്നെ പോവുക. അപ്പോൾ 3 കാര്യങ്ങളും എന്തൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ്, അത് കറക്റ്റായിട്ട് തന്നെ നോക്കി പോവുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ ഫെഡറലിസം സ്വീകരിക്കുന്ന, എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങളെന്നാണ് നോക്കാൻ പോണത്. അതായത് ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത് ടു സ്ട്രെങ്തൻ ഡെമോക്രസി, പിന്നെന്താണ് ടു മെയിൻറ്റെയിൻ ദ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് അവർ നേഷൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ, അതായത് കൾച്ചറലായിട്ടുള്ള വൈവിധ്യങ്ങൾ, പിന്നെ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയിലുള്ള വൈവിധ്യങ്ങൾ പാലിക്കുന്നതിനും, പിന്നെ എന്താണ് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണത ഫലപ്രദമായി ചെറുക്കുന്നതിന്, പിന്നെ കേന്ദ്രത്തിന് സെൻട്രലിനും സ്റ്റേറ്റിനും അധികാരം പങ്കിടുന്നതിലൂടെ എന്തെന്ന് ജനാധിപത്യം, അതായത് ഡെമോക്രസി കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനുമാണ് എന്തെന്ന് പറയുന്നത് കാരണങ്ങൾ. അതായത് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യൻ ഫെഡറലിസം, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ദ റീസൺസ് വൈ ഇന്ത്യ അഡോപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പോയിന്റും എഴുതുക. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും വരുന്നതാണ് ഭാഗം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് വെച്ച് നോക്കാം നമുക്ക്. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെ ഏകദേശം നമ്മുടെ ഫെഡറലിസത്തിലും വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പിന്നെ സെൻട്രൽ ഹാസ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ദി പവേഴ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ബൈക്യാമറൽ ലെജിസ്ലേഷൻ, നമ്മൾ
ബൈക്യാമറൽ ലെജിസ്ലേച്ചർ യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്യാമറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണ്ഡലങ്ങൾ, അതായത് ലോകസഭയിൽ രാജ്യസഭ, അതായത് ലോവർ ഹൗസും അപ്പർ ഹൗസും വരുന്നതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോ പവേഴ്സ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഏതിലേക്കാണ്? സെൻട്രലിലും സ്റ്റേറ്റിലേക്കും ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ പറയുന്നത്. ഇൻ ദി ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജക്റ്റ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെൻറ്റർ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ദി ഫെഡറലിസത്തിൽ പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് 2 പോയിന്റ് കൂടെ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. പിന്നെ എന്താ? ക്വാസി ഫെഡറൽ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ്റെ ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കിയിരുന്നത്. എന്താണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഫെഡറലിസത്തിലും. അതിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനമുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? അർദ്ധ ഫെഡറൽ സംവിധാനം, അതായത് പിന്നെ എന്താണ് പറയുന്നത്? അതായത് ബൈക്യാമറൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിയമനിർമ്മാണ സഭയാണ്. പിന്നെ എന്താണ് പറയുന്നത്? അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന ആശയങ്ങളും കേന്ദ്രത്തിന് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് അതിൽ പറഞ്ഞു. പിന്നെ എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിനും മേൽക്കൈ ഉണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അമെൻഡ് ചെയ്യാനുള്ള ആർക്ക് അധികാരമുണ്ട്? കേന്ദ്രത്തിന്, അതായത് സെൻട്രലിന് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഭരണഘടനയുടെ പരമാധികാരം, പിന്നെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായി ഒരു പൊതു ഭരണഘടന എന്തിൽ ഉറപ്പാക്കുന്നത്? ഇന്ത്യൻ ഫെഡറലിസത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നാണ്. ഇത്രയും ഫീച്ചേഴ്സാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. നല്ലോണം തന്നെ ഓരോ പോയിന്റും എന്താണെന്ന് തന്നെ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ പറയുന്നതുണ്ട് ഏതൊരു ഷെഡ്യൂളിലാണ് ഭരണഘടനയുടെ അധികാര വിഭജനം, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് പറയുന്നത്. അതായത് ഏഴാമത്തെ പട്ടികയിലാണ്, അതായത് സെവൻത് ഷെഡ്യൂളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഷെഡ്യൂളിലാണ്? 7ാമത്തെ ഷെഡ്യൂളിലാണെന്നുള്ള കറക്റ്റ് തന്നെ നോക്കി പോവുക. വൺ വേർഡിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഈ 7ാമത്തെ ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് അതായത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, ഓരോ പവേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് നോക്കാം. ഏതൊക്കെയാണ് ഈ പവേഴ്സ് എന്ന് നോക്കാം. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. ഈ ഓരോ ലിസ്റ്റിലും വരുന്ന ഓരോ പവേഴ്സ്, ഓരോ അധികാരം, ഓരോ മേഖലകളിലേക്ക്, ഓരോ വിഭജനമായിട്ട്, ഓരോ ലിസ്റ്റിലേക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് തന്നെയായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്താ യൂണിയൻ ലിസ്റ്റ് എന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് ദി സബ്ജക്ട് ഓവർ വിച്ച് ഇൻ ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് ലോ മേക്കിംഗ് പവേഴ്സ്. വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സസ് ദർ വെർ 97 subject. Example: foreign affairs, defense, railways, banking, citizenship, etc. ഇത്രയും കാര്യങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? യൂണിയൻ ലിസ്റ്റിലേക്ക്. അതായത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? അതായത് എക്സാമ്പിളായിട്ട് പറയാം, ഫോറിൻ അഫയേഴ്സ് എക്സാമ്പിളായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മാത്സ് ദ ഫോളോയിങ് ആയിട്ട് തരും. യൂണിയൻ ലിസ്റ്റിൽ ഏതാ വരുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതാ, കൺകറന്റ് ലിസ്റ്റിൽ ഏതാന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി പോവുക. ഏതൊക്കെ? ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേസ്, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ്. അത് കറക്റ്റായിട്ട് നോക്കുക. യൂണിയൻ ലിസ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അതായത് ലോ മേക്കിംഗ് പവേഴ്സ് ആർക്കാണ്? ഗവൺമെൻറ്റിൽ നിന്ന്. യൂണിയൻ ലിസ്റ്റ്, അതായത് അതിലാണ് ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേസ്, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ് അതൊക്കെ വരുന്നത് അതിൽ യൂണിയൻ ലിസ്റ്റിലാണ്. രണ്ടാമത്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ഓവർ വിച്ച് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസ്. അതായത് നോർമൽ സർക്കംസ്റ്റാൻസിനെ കുറിച്ചുള്ള, അതായത് പറയുന്നത് ഇനീഷ്യലി ഇറ്റ് ഹാഡ് 66 സബ്ജക്റ്റ് അടങ്ങിയിരിക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്നത്. അതിൽ പറയുന്ന അഗ്രികൾച്ചർ, ജയിലുകൾ, പിന്നെ എന്താണ് പോലീസ്, ലോക്കൽ ഗവൺമെൻറ് എക്സെട്ര. അത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് കൺകറന്റ് ലിസ്റ്റ്. അതായത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇത് 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 95 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഉദാഹരണമായിട്ട് ഏതൊക്കെയായിരുന്നു പറഞ്ഞത് നമ്മൾ?
വിദേശകാര്യവും പ്രതിരോധവും റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? രണ്ടാമത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ആരൊക്കെ വരുന്നത്? അതിൽ 66 വിഷയങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിലേതൊക്കെയാ? കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ് വരുന്നത്. ലാസ്റ്റത്തെയാണ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് സമവർത്തി ലിസ്റ്റ്. അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇത് 47 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഉദാഹരണത്തിൽ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻസ്, അതായത് മാരേജ്, ജനന, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അതായത് രജിസ്ട്രേഷൻ ചെയ്യാൻ, അത് സർട്ടിഫിക്കറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്, അതൊക്കെ എന്തിലാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം കറക്റ്റായിട്ട് തന്നെ നോക്കുക. പിന്നെ ഇത്രയും ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അതിൽ അതായത് ഇവിടെ എന്താണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ, അതായത് ഇവ ബാക്കിയുള്ള അധികാരങ്ങളൊക്കെ ഏതൊരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സബ്ജക്റ്റ് which are not included in the above 3 lists are called residuary powers. The legislative power over these items are vested in the central government. എക്സാമ്പിൾ ആയിട്ട് സൈബർ ലോസ്, അതായത് സൈബർ നിയമങ്ങളാണ്. അതായത് 3 അധികാര പട്ടികകളിലും ഉൾപ്പെടുത്താത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിന്, അതായത് ലെജിസ്ലേച്ചർ പവർ എന്ന് പറയുന്ന ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് അധികാരത്തിലാണ് വരുന്നത്. അതായത് ഉദാഹരണമായിട്ട് പറയുന്നത് സൈബർ ലോസ്, അതായത് സൈബർ നിയമങ്ങളാണ് എന്തിൽ വരുന്നത്? റെസിഡ്യൂറി പവേഴ്സിൽ വരുന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 3 ബ്രാഞ്ചസ് ഓഫ് അവർ ഗവൺമെൻറ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്ററിൽ. നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് ലെജിസ്ലേച്ചർ എന്താ, ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്റിൽ വരുന്ന ലെജിസ്ലേച്ചർ എന്താ, എക്സിക്യൂട്ടീവ് എന്താ, ജുഡീഷ്യറി എന്താ, നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കിപ്പോയതാണ്. അപ്പോൾ അവ ഓരോന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ലെജിസ്ലേച്ചർ? അതായത് നിയമനിർമ്മാണ സഭ, അതായത് ഒരു നിയമം ആകാനുള്ള ഓരോ സ്റ്റേജ് നടത്തുന്ന ഏതിലാണ്? ലെജിസ്ലേച്ചറിലാണ് നടക്കുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ലോ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരുടെ ഡ്യൂട്ടിയാണ്? എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് നിയമങ്ങളിലൊക്കെ നടപ്പിലാക്കാൻ, നിയമങ്ങളൊക്കെ നിർമ്മിച്ചു തരുന്നത് ലെജിസ്ലേച്ചറാണ്. നിയമങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് നിയമങ്ങളെല്ലാം വ്യാഖ്യാനിക്കാതെ, ഇന്റർപ്രറ്റ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ജുഡീഷ്യറിയുടെ ഡ്യൂട്ടിയാണ്. അപ്പം നമുക്ക് ഈ ലെജിസ്ലേച്ചറിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ്. പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ അടങ്ങുന്നതാണ് നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യസഭയും ലോകസഭയും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 238 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നെ 12 അംഗങ്ങൾ മാത്രം നോമിനേറ്റ് ചെയ്തു. പിന്നെ എന്താണ്? സ്ഥിര സഭയാണ്, 5 വർഷ കാലാവധിയാണെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ലോകസഭയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലോകസഭയും രാജ്യസഭയും പിന്നെ പ്രസിഡന്റിൻ്റെ, അതായത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്താ? രാഷ്ട്രപതി ഒരു ബില്ല് ഒരു ലോ ആകാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പം എന്താണെന്ന് എഴുതാനുള്ളത്, അതായത് രാഷ്ട്രപതിയുടെ ഈ 2 സഭകളിലും പോയി, അതായത് ഓരോ ബില്ല് ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങിലൂടെ കഴിഞ്ഞ് ലാസ്റ്റാണ് രാഷ്ട്രപതിയുടെ ഒപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൈമാറുകയും ചെയ്യുന്നത്. അതിലൂടെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ബില്ലെന്ന് പറയുന്നത് ലോ ആയി മാറുന്നത് എന്ന് പറയുന്നത്, നിയമമായിട്ട് മാറുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അതായത് പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, അങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഓരോ കാര്യങ്ങളും നിയമിക്കുന്നത് രാഷ്ട്രപതിൻ്റെ നിയമങ്ങൾ, അതായത് എങ്ങനെയൊക്കെയാണ് നിയമിക്കുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഇലക്ട്രൽ കോളേജ് വഴിയാണ്. ഇലക്ട്രൽ കോളേജിൽ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കും ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയും അതൊരു ഇലക്ട്രൽ കോളേജ് വഴിയാണ് നിയമിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ, അതേപോലെ അമെൻമെൻറ്റ്, അതായത് അമെൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെയാണ് ജുഡീഷ്യറി, അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, അതായത് സബ് ഓർഡിനേറ്റ് കോർട്ടുകളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ജുഡീഷ്യറി എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും തലപ്പത്ത്, അതായത് മുകളിലുള്ള ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്.
എന്നാലും നല്ലോണം തന്നെ നോക്കിപ്പോൾ എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണ്, പാർലമെൻ്റ് ആണ് എന്താന്ന് പറയുന്നത്, ലെജിസ്ലേച്ചറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് പാർലമെൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് തന്നെ നോക്കിപ്പോകും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനിപ്പോൾ ഐഡിയ കിട്ടിയല്ലോ ഏകദേശം. അതേപോലെ നല്ലോണം ആൻസർ ചെയ്യുക, നല്ലോണം മാർക്കിനനുസരിച്ച് തന്നെ എഴുതുക. 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ഒക്കെ ഡിസ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തന്നെ എഴുതുക. അതായത് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ട്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും നല്ലോണം ബ്രീഫായിട്ട് തന്നെ എഴുതുക. എല്ലാവരും നല്ല മാർക്ക് തന്നെ മേടിക്കുക. ഓണപ്പരീക്ഷയിൽ നല്ല മാർക്ക് നല്ലോണം തന്നെ പഠിക്കുക. എല്ലാ ചാപ്റ്ററും 1, 2, 3, 4 ചാപ്റ്റർ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും നല്ലോണം നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.